സെൻസർ ബോർഡിൽ ഞങ്ങളുടെയൊക്കെ ടാക്സിൻ്റെ മുകളിൽ പുട്ടടിച്ച് അവിടെ AC റൂമുകളിൽ വിരാജിക്കുന്നവന്മാർ ഞങ്ങളടുത്ത് പറയണം ഇത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഇവിടെ ഓരോ പൗരനും ഓരോ അവകാശമില്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ യു ഹാസ് ടു ആൻസർ മീ. നിങ്ങൾ എൻ്റെ അടുത്ത് പറയണ ഉത്തരം. നിങ്ങൾ എന്താണ് സെൻസർ ബോർഡ് എന്ന് പറയുന്ന ബുദ്ധിജീവികൾ എന്ത് സാധനമാണ് ഈ സിനിമയ്ക്കകത്ത് കണ്ടിരിക്കുന്നത്? അതൊരിക്കലും നിരാശപ്പെടുത്തിയില്ല. ഒരു തിരിച്ചു വരുമെന്ന് തന്നെ പറയാം. നമ്മളെ ശൗചാലയം ഇല്ല ഈ കേരളത്തിൽ, ഏതെങ്കിലും ഒരു കുടിലെങ്കിലും ശൗചാലയം ഇല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഈ പറയുന്ന സുരേഷ് ഗോപി ചേട്ടൻ ഈ പടത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് കേരളമാണ്, ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കുടിലെങ്കിലും ഒരു ശൗചാലയം ഇല്ല എന്നുള്ളത് താങ്കൾക്ക് ചൂണ്ടിക്കാണാൻ സാധിക്കുമോ? മറ്റേ പരസ്യം ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല ത്രില്ലർ മൂവിയാണ്, എല്ലാവരും വന്ന് കാണണം. നല്ല ഫിലിമാണ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്, നല്ലൊരു കോർട്ട് റൂം ഡ്രാമയാണ്. നമുക്ക് നല്ല സിനിമയാട്ടോ, ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ്. നല്ല സുരേഷ് ഗോപിയുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ പഞ്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലുണ്ട്. ഐ വുഡ് സേ എവ്രി വൺ ഷുഡ് വാച്ച് ദിസ്. എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്ത കുറേ കോൺസ്റ്റിറ്റ്യൂഷൻ റൂൾസും ഇങ്ങനത്തെ റൂൾസ് ഇപ്പോഴും സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റില്ല. നല്ലൊരു ത്രില്ലർ മൂവി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കാണാൻ പറ്റിയ സിനിമ. സുരേഷ് ഗോപി എന്താ പറയുക, നല്ലൊരു പടം. പിന്നെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്, ആ കൂടെ ഒറ്റ ഫൈറ്റേ ഉള്ളൂ. പിന്നെ വില്ലൻ ആരാണെന്ന് ലാസ്റ്റ് ഒരു വീട് വയ്ക്കും. ഇൻ്റർവെല്ലിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് സുരേഷ് ഗോപിക്ക്. സെക്കൻഡ് ഹാഫോട്ടാണ് കഥ തുടങ്ങുന്നത്. അത്ര വലിയ ഇതില്ല. പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു പടം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നല്ല പടമാണ്, ഒരു ഫസ്റ്റ് വാച്ച് പടമാണ്. പുതിയൊരു എന്താ പറയുക, ഒരു നല്ലൊരു ഹൈപ്പുണ്ട്. നല്ല ഹൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം മറ്റേ പരസ്യം ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല ത്രില്ലർ മൂവിയാണ്, എല്ലാവരും വന്ന് കാണണം. ഇന്നിപ്പോൾ ഇവിടെ ആൾ കുറവായത് എൻ്റെ ഒരു ഇതെന്ന് തോന്നുന്നത്, റിലീസ് ഡേറ്റ് നാളത്തേക്ക് എന്തോ ആയിരുന്നു എന്നാണ് ഗൂഗിളിലെന്തോ. ഇവൻ ഞാനും അത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ടിക്കറ്റ്സ് ഇന്നായിരുന്നു പെട്ടെന്ന്. എനിക്കും ടിക്കറ്റ് ഇന്നലെയാണ് കിട്ടിയത്. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും ലേറ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ അതൊരു പടത്തിന് ഇത് പറയുകയാണെങ്കിൽ അടിപൊളി പടം, മസ്റ്റ്. കുഴപ്പമില്ല, അത്യാവശ്യം ആവറേജ് പടമാണ്. സ്ലോ ആണ്, കുഴപ്പമില്ല. എന്നാലും ഒരു ആവറേജ് അത്ര എന്താ ഒരു ആവറേജ് വരാൻ കാരണം എന്താ എടുത്ത് പറയാൻ വേണ്ടി സിനിമയിൽ സാധാരണ നമ്മൾ കണ്ട് പരിചയിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ്. ഒറ്റൊരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഴുത്തുകാരനും പ്രൊഡ്യൂസറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മാറ്റും. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഗർഭിണി ആരെങ്കിലും പീഡിപ്പിച്ച് ഗർഭിണി ആവുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ മുകളിലൊന്നുമല്ല, ഇവിടുത്തെ സർക്കാരും അത് വേറെ രീതിയിലാണ് അതിനെയൊക്കെ പറയേണ്ടത്. അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ചിന്തകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ്. സെക്കൻഡ് ഹാഫ് വെറും എന്താ പറയുക, വേറൊരു രീതിയിലേക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക്. അതൊന്നും ചെയ്യാനൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു രാത്രി ഇവിടെ പീഡനത്തിനിടെ ഗർഭിണിയായെന്ന് പറഞ്ഞാൽ അതിന് ഗവൺമെൻറ്റാണ് ഉത്തരവാദി. ഇപ്പം ഞാനൊരു തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ഗവൺമെൻറ്റോ? അത് ഞാനല്ലേ അതിൻ്റെ ഉത്തരവാദി? അതെന്ത് വിചിത്രമായ ചിന്ത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇവർ ഈ വിവാദം ഉണ്ടാക്കിയ അത്ര രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും ഒരാവശ്യമില്ല. അത് സെൻസർ ബോർഡിൻ്റെ തന്നെയാണ്. അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ടാക്സ് വാങ്ങിച്ചിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഈ സെൻസർ ബോർഡിൻ്റെ ഓരോ സിനിമകൾ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഷോയിലെങ്കിലും അവരൊക്കെ വന്നിരിക്കണം. അവർ ജനങ്ങളോട് അവർ പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം ഞങ്ങൾ കൊടുക്കുന്ന ടാക്സിൻ്റെ പുറത്താണ് അവർക്കൊക്കെ ശമ്പളം കിട്ടുന്നത്, അല്ലേ? ഓരോ സിറ്റിങ്ങിനും ഞങ്ങൾ കൊടുക്കുന്ന ടാക്സാണ്. നിങ്ങളടക്കം ഞാനടക്കം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുന്ന ടാക്സിൻ്റെ ശമ്പളമാണ്. അപ്പോൾ അവർക്ക് ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം വേണം. ഞങ്ങൾ ഇന്നത് കൊണ്ടാണ് ഈ പേര് മാറ്റാൻ പറഞ്ഞത് എന്നുള്ളത് പറയണ്ടേ? ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്തുനിന്ന് ഒരു കാര്യങ്ങൾ അവർ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ പേരിൻ്റെ വിഷയം അത്. ആ പേര് കൊണ്ട് എന്താണ് ഈ സിനിമയ്ക്ക് ഒരു ദോഷം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെൻസർ ബോർഡിൽ ഞങ്ങളുടെയൊക്കെ ടാക്സിൻ്റെ മുകളിൽ പുട്ടടിച്ച് അവിടെ AC റൂമുകളിൽ വിരാജിക്കുന്നവന്മാർ ഞങ്ങളടുത്ത് പറയണം ഇത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഇവിടെ ഓരോ പൗരനും ഓരോ അവകാശമില്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ യു ഹാസ് ടു ആൻസർ മീ. നിങ്ങൾ എൻ്റെ അടുത്ത് പറയണ ഉത്തരം. നിങ്ങൾ എന്താണ് സെൻസർ ബോർഡ് എന്ന് പറയുന്ന ബുദ്ധിജീവികൾ എന്ത് സാധനമാണ് ഈ സിനിമയ്ക്കകത്ത് കണ്ടിരിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ ടാക്സും വാങ്ങിച്ചുകൊണ്ട് അവിടെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ഒരു എത്രയെങ്കിലും പൊതുജനത്തോടൊരു ഇത് വേണ്ടേ? എന്താണ് നിങ്ങൾ പറഞ്ഞു തരൂ. ആ പേര് കൊണ്ട് എന്താണ് ഈ സിനിമയിൽ ദോഷം ചെയ്തത്? പക്ഷേ ഈ സിനിമയ്ക്കാരോട് പറയാൻ നിങ്ങൾക്കൊന്നും ഇതിന് ഉറപ്പില്ലെന്ന് നിങ്ങൾ തെളിയിച്ചില്ലേ സിനിമക്കാർ? നിങ്ങൾ സിനിമക്കാർ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും കൂടി ഞങ്ങളെ ജനങ്ങളെ വിഡ്ഢികളാക്കിയില്ലേ? നിങ്ങൾ അത്രയ്ക്കും എല്ലിന് ഉറപ്പുള്ളവന്മാരാണെങ്കിൽ ഇത് അവസാനം വരെ ആ പേര് മാറ്റാതെ നിങ്ങൾ റിലീസ് ചെയ്യണമായിരുന്നു, വേണ്ടേ? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങളത് ചെയ്തോ?
നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ വെറും താല്പര്യം അത് നീയൊക്കെ ഈ സിനിമ കൊണ്ട് അനുഭവിക്കും. ഇതൊന്നും ₹1 പോലും കിട്ടാൻ പോകുള്ളൂ. അത്രയ്ക്ക് വലിയ സാധനമൊന്നുമില്ല. പക്ഷേ കിട്ടിയാൽ എപ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത്, നിങ്ങൾ സിനിമാക്കാർ പോലും ജനങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമയിൽ നിന്ന് നിങ്ങൾക്ക് 10 പൈസ കിട്ടിയാണ്. പക്ഷേ ഇതിൻ്റെ കണ്ടൻറ്റ് കൊണ്ടൊന്നും നിങ്ങൾക്ക് കിട്ടാനൊന്നും പോകുള്ളൂ. അത് പക്ഷേ നിങ്ങൾ സിനിമക്കാരും ഈ സെൻസർ ബോർഡ് ഒരേപോലെ വിഡ്ഢികളാക്കി. ഇതിലകത്ത് തന്നെ പറയുന്നുണ്ട്, സിനിമയ്ക്കകത്ത് തന്നെ പറയുന്ന ഡയലോഗും കൂടെ കടമെടുത്തിട്ടാണ് പൊതുജനം കഴുത വിഡ്ഢി. അതിനി ഏറെ നാളൊന്നും വില പോകില്ല. നിങ്ങൾ സെൻസർ ബോർഡാണെങ്കിൽ ഈ സിനിമയുടെ ഞങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കി തുടങ്ങി. ഞങ്ങളുടെ കയ്യിലും മീഡിയയും എല്ലാ സംഭവങ്ങളും ഉള്ളതാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ മതി. ഏത് സിനിമയാണെങ്കിലും ഏത് സംഭവമാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകും. അത് പടം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ 2023 ഇറങ്ങേണ്ട ഒരു പടമാണ്. എത്ര കേസ് ഇതിനു വേണ്ടി വന്നു എന്ന് പുള്ളിക്കാരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ ഒരു പടം കൊണ്ടുവന്നതിന്. അതൊരിക്കലും നിരാശപ്പെടുത്തിയില്ല. ഒരു തിരിച്ചു വരുമെന്ന് തന്നെ പറയാം സുരേഷ് ഗോപിൻ്റെ. കാരണം പുള്ളിക്കാരൻ്റെ മുമ്പത്തെ വർക്കുകളിലേക്കാണ് ഒരു പഞ്ച് ലൈൻ എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു. വരിക ഒരു ക്യാരക്ടർ. പക്ഷേ ഇതിൽ ആ കോടതിയിലുള്ള ഡയലോഗ് ഡെലിവറിയും അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ആക്ഷൻ സീക്വൻസൊക്കെ നല്ലപോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ചിലവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പടം എല്ലാവർക്കും ഒരു പ്രചോദനമാവാൻ സാധ്യതയുള്ള ഒരു പടം ഈ ഒരു വിവാദത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ബ്രോ? പേരുമായി ബന്ധപ്പെട്ടൊക്കെ സിനിമ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിന് ആ ഒരു പേര് ആപ്റ്റ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് ഇറക്കേണ്ടത്. ഈ പേടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ മറക്കാനുള്ളത് കൊണ്ടാവാം അവർ പേടിക്കേണ്ടതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ കാര്യമൊന്നുമില്ല. ഒരു പടം ഇറങ്ങുമ്പോൾ ആ ടൈറ്റിൽ അതിന് അനുയോജ്യമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇറക്കണം, അല്ലാതെ മാറ്റാനൊന്നും പാടില്ല. നല്ല ഫിലിമാണ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്, നല്ലൊരു കോർട്ട് റൂം ഡ്രാമയാണ്. നമുക്ക് ധൈര്യമായിട്ട് വന്ന് സിനിമ കാണാം. പിന്നെ ആവശ്യമില്ലാതെ ഉണ്ടാക്കിയ ഒരു വിവാദ സിനിമയെ ഒരു മാസം നീട്ടിക്കൊണ്ട് പോയെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ കഥ, തിരക്കഥ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്രത്യേകിച്ച് പറയണം, അത്രയ്ക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. പിന്നെ സുരേഷ് ഗോപിയുടെയും അനുപമയുടെയും പെർഫോമൻസ്, അനുപമയുടെ മലയാളത്തിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നന്നായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെ ഒരുപാട് പഞ്ച് ഡയലോഗ്സ് ഉണ്ട്. സുരേഷ് ഗോപിയും അനുപമയാണ് ഈ സിനിമയിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നത്. ധൈര്യമായിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് വന്ന് നമുക്ക് ഫുൾ ടൈം എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിന് പറ്റിയത് അഭിനയമാണ്. അദ്ദേഹത്തിന് ഈ പണിയാണ് നല്ലത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഈ പണിയാണോ എന്നുള്ള വീണ്ടും ഒരിക്കൽ കൂടെ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ജാനകി കേരള എന്നുള്ള ഒരു ക്യാപ്ഷനൊന്നും മാറ്റിയിട്ട് ജാനകി ജസ്റ്റിസ് ഓഫ് ഹ്യൂമാനിറ്ററി എന്നിട്ടാൽ പോലും നമുക്ക് ബെറ്റർ ആയിരിക്കും. കാരണം അദ്ദേഹം ഈ സെക്കൻഡ് ഹാഫിൽ കേരളത്തിനെ വേറൊരു രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന 1-2 പോയിന്റ്സ് ഉണ്ട്. ഇത് കേരളമാണെന്നുള്ളത് ഇവിടെ വിവേകമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ള ഒരുപാട് നല്ല മനുഷ്യരുള്ളതാണ് ഇവിടെ. ഇതേ എടുത്തു പറയുന്ന 1-2 പോയിന്റ്സ് ഉണ്ട് ഇതിനകത്ത്. നമ്മളെ കേരളത്തിനെ മൃഗീയമായി വളരെ മാറ്റിമറിക്കുന്ന തരത്തിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളെ ശൗചാലയമില്ല ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു കുടിലെങ്കിലും ശൗചാലയമില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഈ പറയുന്ന സുരേഷ് ഗോപി ചേട്ടൻ ഈ പടത്തിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് കേരളമാണ്, ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കുടിലെങ്കിലും ഒരു ശൗചാലയം ഇല്ല എന്നുള്ളത് താങ്കൾക്ക് ചൂണ്ടിക്കാണാൻ സാധിക്കുമോ? എൻ്റെ ചോദ്യമാണ്. ഈ പടം കാണുന്ന മലയാളികൾ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് കേരള എന്ന നിലയിലേക്ക് ഇത്തരത്തിലൊരു പടം രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ഉപയോഗിച്ചാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഹൈപ്പ് കൊടുത്തത്? എന്തിനായി വിവാദം? എന്തെല്ലാം തരത്തിൽ പടങ്ങളിലൂടെ വരുന്നുണ്ട്, എന്തിനാ ഹൈപ്പ്? അല്ല, അങ്ങനെ വിവാദത്തിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഒരിക്കലും. കാരണം വിവാദം എന്തിനാ? അവരുടെ പ്ലാൻ എന്താണെന്നറിയാമോ? കുറേ ഹൈപ്പ് കുറച്ചുകൂടെ കിട്ടിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇതൊരു ചോദ്യചിഹ്നമേ മാറട്ടെ എന്നുള്ള നിലയിലേക്കാണ്. പിന്നെ ആക്ഷനൊന്നും ലാലേട്ടന് ഇത്ര കാലൊന്നും കൈകാലൊന്നും എടുത്ത് പൊക്കാനുള്ള കപ്പാസിറ്റി ഒന്നും തൽക്കാലം നമ്മൾ സുരേഷ് ഗോപിന് ഇല്ല എന്നുള്ള വിവരം ഇവർക്ക് കൂടെ പറയുകയാണ്. താഴെ ഒരുപാട് കമൻസ് വരും. സോ മോസ്റ്റ് ബിലോഡ് വെൽക്കം. ഇടുന്ന കമൻസിനോട് വ്യക്തമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ അറിയിക്കുന്നത്. പടം കണ്ടത് നമ്മൾ ആദ്യ ഹാഫ് അംഗീകരിക്കുന്നു, അദ്ദേഹം നല്ല രീതിയിൽ നമ്മൾ സുരേഷ് ഗോപി ചേട്ടൻ്റെ വമ്പൻ തിരിച്ചുവരവ് എന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ് ഇരുന്നത്. സെക്കൻഡ് ഹാഫ് അത് എവിടത്തോളം കൊണ്ട് എത്തിക്കുമെന്ന് നോക്കുമ്പോഴാണ് നമ്മളെ ബഹുമാനപ്പെട്ട കേരളത്തിനെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ശൗചാലയത്തിൻ്റെ ഒരു വിഷയം എടുത്തിട്ടത്. കാരണം നമ്മുടെ സ്ത്രീകളായാലും ഇത്തരത്തിൽ നടത്തുന്ന അരാജകത്വം, ആ സ്ത്രീക്കെതിരെ നടന്നിട്ടുള്ള അരാജകത്തെ സ്വന്തം സഹോദരി എന്ന നിലയിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയാണ് ഈ കേരളവും ഞാനെന്ന വ്യക്തിത്വവും അതിനെ അങ്ങേയറ്റം അപലപിക്കുന്നു. കാരണം അതിനെതിരെ തന്നെ നിലകൊള്ളണം, അതിന് ഒറ്റക്കെട്ടായി കൂട്ടായി നിലകൊള്ളണം. പക്ഷേ അത് ഒരു സംസ്ഥാനത്തിനെ അപമാനിക്കുന്ന തരത്തിലേക്ക് ആക്കിക്കൊണ്ട് നടത്താവുന്ന ഒരു വികാരമാണെങ്കിൽ അതൊരിക്കലും ഇവിടെ നടപ്പാവില്ല. ഇത് കേരളമാണ്. അനുപമയുടെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ആരും അധികം യൂസ് ചെയ്തിട്ടില്ല മലയാളത്തിൽ. അതുകൊണ്ടാണ് പുള്ളിക്കാരി അന്യഭാഷകളിൽ പോയിട്ട് അധികം അഭിനയിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അതെനിക്ക് തോന്നുന്നു പുള്ളിക്കാർക്ക് നല്ലൊരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ജാനകി വേഴ്സസ് ഇതിൽ വരുന്നത്. പിന്നെ സുരേഷ് ചേട്ടനെ നോർമലി അറിയാലോ, പുള്ളിക്കാരൻ ചെയ്യുന്നതൊക്കെ ആ ഒരു പഴയ കാലമൊക്കെ ഒരുപാട് ഓർമ്മ വന്നു. ഇപ്പം ചെയ്യുന്നതിൽ ഭയങ്കര ആക്ഷൻ സീക്വൻസ് ഒന്നും ഇല്ലല്ലോ, പുള്ളിക്കാരൻ ഒരു തണുത്ത മട്ടിലായിരുന്നു. പക്ഷേ ഇത്
പുള്ളിക്കാരൻ്റെ ഒരു തിരിച്ചറിവും കൂടെയാണ്. പിന്നെ അഭിനയിച്ചവരൊക്കെ മികച്ചു നിന്നു. പിന്നെ അതുപോലെ തന്നെ അനുപമേൻ്റെ കൂട്ടുകാരിയായിട്ട് അഭിനയിച്ചൊരു കുട്ടിയുണ്ട്. ആ കുട്ടീൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച ഒന്നാണ്, ഒരു കോർട്ട് റൂം ഡ്രാമ, ഒരു നേരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇത്രയും വിവാദമായതുകൊണ്ട് നമ്മൾ എന്താണ് പ്രതീക്ഷ, ആ ഒരു ഫയർ പടത്തിന് കിട്ടിയിട്ടില്ല. ഒരു ട്രെയിലറൊക്കെ നല്ല പഞ്ച് ട്രെയിലർ ആയിരുന്നല്ലോ. ട്രെയിലറും കാര്യങ്ങളൊക്കെ പഞ്ചും കാര്യങ്ങളൊക്കെയാണ്. സുരേഷ് ഗോപിയെ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ കടത്തിക്ക് അതിനനുസരിച്ചുള്ള ഒരു നട്ടലില്ല, സ്ട്രോങ് ബേസ്മെന്റ് ഇല്ല. അത് തന്നെയാണ് മെയിൻ കാര്യം. സെക്കൻഡ് ഹാഫൊക്കെ ഫസ്റ്റ് ഹാഫ് സൂപ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴത്തേക്ക് അവിയൽ പരുവാക്കി ഒരുമാതിരിയൊക്കെ ആക്കി എന്തൊക്കെ ചേർത്ത് ക്ലൈമാക്സിൽ ഒരു നീടുന്നില്ല ഡയലോഗും കാര്യങ്ങളൊക്കെ വെച്ച് അതിന് വേണ്ടി മാത്രം എടുത്തതുപോലെ തോന്നി. പാർട്ടിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പുറത്ത് പറയുന്നു എന്നുള്ള രീതിയിൽ